ദൈവനാമത്തിന് മഹത്വം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്ന വിഷയം യോഹന്നാൻ സ്നാപകന്റെ പിറവിയും ശുശ്രൂഷയും എന്നുള്ളതാണ്. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന പേരിടണം. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ലൂക്കോസ് വിശേഷത്തിന്റെ ആരംഭ ഭാഗത്ത് യോഹന്നാൻ സ്നാപകന്റെ പിറവിയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതിന് അനന്തരമായിട്ടാണ് മറിയ എന്ന് പറയുന്ന ആ യൗവനക്കാരുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ചെന്നിട്ട് പ്രബല വെച്ചവിടെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ജനവൃത്താന്തത്തെ കുറിച്ച് അറിയിക്കുന്നത്. നമ്മൾ ഈ സുവിശേഷത്തിന്റെ 1-ാമത്തെ ഭാഗം ശ്രദ്ധിച്ചാൽ ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്കരിയാവ് എന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടന്നവരും ആയിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു. ഇരുവരും വയസ്സ് എന്നവരും ആയിരുന്നു. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ സെക്കരിയാവ് എന്ന് പറയുന്ന ആ പുരോഹിതനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചുള്ള ചെറിയ വിവരണമാണ് കാണുന്നത്. അതായത് സെക്കരിയാവ്, എലിസബത്ത് എന്നിവരുടെ ഗുണങ്ങൾ, അതുപോലെ അവരുടെ അന്ന് ഉണ്ടായിരുന്ന അവസ്ഥയാണ് ഇത്രയും ഭാഗങ്ങൾ കാണുന്നത്. അബിയാക്കൂറിൽ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ കാലങ്ങൾ മുൻപോട്ട് നീങ്ങിയപ്പോൾ ലേവിയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത അഹരോന്യ കുടുംബത്തിൽ, ആ അഹരോന്യ കുടുംബത്തിലുള്ള ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിവില്ലാത്തതിനാൽ അവർക്ക് 24 കൂറുകളായിട്ട് ഇതിനെ തിരിച്ചു. അങ്ങനെ 24 കൂറുകളായി തിരിച്ച അതിൽ അബിയാക്കൂർ എന്ന് പറയുന്ന അതിൽ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനാണ് സെക്കരിയാവ്. സെക്കരിയാവ് എന്ന് പറഞ്ഞ പുരോഹിതനെ നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ ഭാര്യയും ശ്രദ്ധിക്കണം. അവരുടെ അവസ്ഥ പറയുന്നത് എലിസബത്ത് മച്ചിയായിരുന്നു. മാത്രമല്ല അവർ ഇരുവരും വൃദ്ധരായിരുന്നു. അപ്പോൾ ദീർഘവർഷങ്ങളായിട്ട് അവർ പഴയ നിയമത്തിന്റെ ഭാഷയിൽ അവര് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ അവര് ദീർഘനാളുകൾ ശുശ്രൂഷിക്കുന്ന ആ സമയങ്ങളിലും അവർക്ക് സന്തതിയില്ലാതെ ഭാരപ്പെടുകയാണ്. അങ്ങനെ സന്തതിയില്ലാതെ ഇരിക്കുന്ന ആ കുടുംബത്തോട് ദൈവം കാണിക്കുന്ന കരുണയെ കുറിച്ചാണ് നമ്മൾ ഈ 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. എന്നാൽ സന്തതി ഇല്ലാതിരിക്കുന്ന അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ പ്രത്യേകത, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്, കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടന്നവരുമാണ്. അപ്പോൾ ദൈവത്തിന്റെ സകല കൽപ്പനകളും അനുസരിച്ച് വരും. പഴയ ദൈവത്തിന്റെ ഭാഷയിൽ അവർക്ക് ദൈവം നൽകിയ ന്യായപ്രമാണത്തിന്റെ നോട്ടത്തിൽ ഒരു കുറ്റവും അവരെ കുറിച്ച് പറയാനില്ലാത്ത രീതിയിൽ അതിന്റെ എല്ലാ ചിട്ടകളും എല്ലാ ക്രമങ്ങളും പാലിച്ച് വളരെ ഭക്തിയോടെ ജീവിച്ച ഒരു ദമ്പതിമാരാണ്. പക്ഷേ ഈ ദമ്പതിമാർക്ക് അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം ചെയ്തിട്ടും അവർക്ക് ഒരു തലമുറയിൽ എന്നുള്ളതാണ് ഭാരം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഇടയിലൊക്കെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്ന അവസരത്തിൽ നാം ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുകയും നാം ദൈവത്തിന്റെ കൽപ്പനകളിൽ തന്നെ സഞ്ചരിക്കുകയും നാം ആരാധനകളിൽ പങ്കെടുക്കുകയും നാം അതിനോട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളിലും നമ്മെ തന്നെ വിധേയപ്പെടുത്തി നാം പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏലിയാവിന്റെ ശിഷ്യനായിരുന്ന എലീശ പിന്നീട് പ്രവാചക സംവിധാനത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ എലീശയുടെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നവന്റെ ഭാര്യ എന്ന് പറയുന്ന ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യജമാനനെ, നിന്റെ ദാസനായിരുന്ന എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. കടക്കാർ വന്ന് ഞങ്ങളുടെ തലമുറകളെ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ വിളിക്കുവാൻ പിടിച്ചുകൊണ്ട് പോകാൻ ഇവിടെ തുടങ്ങും. അപ്പോൾ ഓർക്കണം, ഒരു ഭാര്യയുടെ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വെളിയിൽ പലർക്കും സാക്ഷ്യമുണ്ടാകാം. പക്ഷേ നമ്മുടെ മലയാള ഭാഷയിൽ പഴയ കാലത്ത് പറയുന്ന രീതികൾ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് എന്താണോ സംഭവിക്കുന്നത് വെളിയിൽ അറിയില്ല. വെളിയിൽ വളരെ മിടുക്കരായിട്ടും മാന്യനായിട്ടും ഒക്കെ ജീവിക്കാം. പക്ഷേ കുടുംബത്തിൽ കൂടെ താമസിക്കുന്നവർക്കാണ് ആളിന്റെ ശരിയായ സ്വഭാവം അറിയുന്നത്. ഈ സ്ത്രീ പറഞ്ഞൊരു കാര്യം, യജമാനനെ, എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു, അദ്ദേഹം യഹോവ ഭക്തനായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കണം, വെളിയിലൊക്കെ നമ്മൾ സാക്ഷ്യം പ്രാപിച്ചു, എല്ലാവരുടെയും കൈഡി വാങ്ങി കൊള്ളാം, നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെ നമ്മളെ കുറിച്ച്
നമ്മളുടെ ഒറിജിനാലിറ്റി, നമ്മളുടെ യാഥാർത്ഥ്യങ്ങൾ, യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്, നമ്മുടെ സ്വഭാവം എന്താണ് എന്നറിയുന്നത് നമ്മുടെ കൂടെ പാർക്കുന്നത് വേണം. അതുകൊണ്ട് കുടുംബത്തിന്റെ അകത്തുനിന്ന് സാക്ഷ്യം കിട്ടാത്ത ഒരാൾക്ക് സത്യം പറഞ്ഞാൽ ദൈവബലി ചെയ്യുവാൻ അവകാശമില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ സ്ത്രീ പറഞ്ഞ വളരെ മാന്യമായ ഒരു കാര്യം, അവിടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം യഹോവ ഭക്തനായിരുന്നു, അദ്ദേഹം നിന്റെ ദാസനായിരുന്നു, എന്റെ ഭർത്താവായിരുന്നു, പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ അങ്ങനെ യഹോവ ഭക്തനായിട്ടിരുന്ന ആ മനുഷ്യന്റെ ഭാര്യ പറയുകയാണ്, ഇപ്പോൾ കടക്കാർ വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ ഇവിടെ തുടങ്ങിയാണ്, നിങ്ങൾ കടം വീട്ടാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് അതിന് പകരമായി വസൂലാക്കുവാനുള്ള ശ്രമം നടക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കണം, യഹോവ ഭക്തനായിട്ട് ജീവിച്ച ആ ദൈവഭക്തന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവർക്ക് കടമുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പല പ്രസംഗങ്ങളും കേൾക്കുന്നത്, നിങ്ങൾക്ക് ഇനി കടം ഉണ്ടാകിയില്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകിയില്ല, നിങ്ങൾ നമ്മളുടെ പറഞ്ഞ് തീരുമൊത്തന്റെ രോഗം നിങ്ങൾ മാറിക്കളയും, നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടാകിയില്ല, കടം വാങ്ങേണ്ട വരികയില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ ഒരു വിലക്ഷണ വൃത്തത്തിൽ നിർത്തി എന്താണ് അവർ കേൾക്കുന്നത്, എന്താണ് അവർ മനസ്സിലാക്കുന്നത്, വിശുദ്ധ ബൈബിളുമായിട്ട് ഈ പറഞ്ഞ പ്രഭാഷണങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിക്കാൻ പോലും അവസരം കൊടുക്കാതെ എന്തൊക്കെയോ തട്ടിവിടുന്ന ഭാഗം, അതിന് സ്തോത്രം പറയുക, അനുമതി കൈയടിക്കുവാനും ആൾക്കാർ കൊടുക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ എന്താണ് പറയുക എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിൽ വളരെ മാന്യമായിട്ട് ശുശ്രൂഷകൾ ചെയ്തിരുന്ന ഒരു പുരോഹിത കുടുംബം, ഒരു സാധാരണ കുടുംബമല്ല, കർത്താവിന്റെ ന്യായപ്രമാണത്തിലും നീതിയിലുമൊക്കെ വളരെ വിശ്വസ്തരായി പോയിരുന്ന ആ പുരോഹിത കുടുംബത്തിൽ അവർക്ക് ശൂന്യത അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ കാലം കഴിഞ്ഞ് അവരുടെ കുടുംബം എങ്ങനെ മുൻപോട്ട് പോകും, കാര്യം ഒരു തലമുറയില്ല. അപ്പോൾ അങ്ങനെ വളരെ ഭക്തരായിട്ട് ദൈവത്തിനോട് ജീവിച്ച ഈ സ്ത്രീ അവൾ മച്ചിയായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തകൾ എല്ലാം മാറിപ്പോകുന്ന രീതിയിൽ അവർ ദീർഘനാളുകളായി ഒരു തലമുറ കൂടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സെഖര്യാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചു. അപ്പോൾ ഈ ദീർഘനാളത്തെ പ്രാർത്ഥനകൾ മുൻപോട്ട് നീങ്ങുമ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉളവാകാൻ കഴിയാതെ നിശ്ചയമായിട്ടും അവർക്ക് ഒരു തലമുറയില്ലാതെ ഭാരപ്പെടുകയും. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ സഭകളിലൊക്കെ വല്ലപ്പോഴും ഒരു കുഞ്ഞിനെ ദൈവസേന സമർപ്പിക്കാൻ അവസരം കിട്ടുന്നുള്ളൂ. പക്ഷേ യെരൂശലേം ദേവാലയത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുമല്ല, 12 ഗോത്രങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ കുട്ടികളെ ന്യായപ്രമാണത്തിന്റെ രീതി അനുസരിച്ച് ദൈവത്തിന് സമർപ്പിക്കാൻ കൊണ്ടിരുന്ന അവിടെയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും 100 കണക്കിന് കുഞ്ഞുങ്ങളെ ദൈവസേന സമർപ്പിക്കുവാൻ വരികയാണ്. അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് അവരെ അനുഗ്രഹിച്ച് അവരെ മനസ്സ് തുറന്ന് ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിച്ച ഈ പുരോഹിതന്റെ കുടുംബത്തിൽ ഒരു തലമുറയെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായി തോന്നുന്നൊരു കാര്യമാണ്. എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്നതോട് ഞാൻ പറയാം, നമ്മൾ പ്രതീക്ഷിക്കാത്തത് ആയിരിക്കാം ഒരു വർഷത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ദൈവം നമ്മോട് പിണങ്ങിയെന്നോ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലെന്നോ എന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കത്തില്ലെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ, നമ്മൾ തീരുമാനിച്ചു കഴിയുന്നതിന് എല്ലാ കാര്യവും സംഭവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരാണെന്നോ ഭക്തിയുടെ പരമകാഷ്ഠയിലേക്ക് നമ്മൾ എത്തിയെന്നോ ഒന്നും ആരും ഗണിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിലെ ഭൂമിയിലും ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. അപ്പോൾ സ്വർഗത്തിലെ ഭൂമിയിലും തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിനോട് ജീവിക്കുന്ന ദൈവഭക്തരായ ജനങ്ങൾക്ക് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയല്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുമോ, നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കാതിരിക്കുമോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും പിതാവാം ദൈവം തള്ളിക്കളയേണ്ടാത്തൊരു പ്രാർത്ഥനയാണ് തൃത്വത്തിൽ രണ്ടാമനായ തന്റെ പുത്രൻ ദൗത്യമേറ്റ് ഭൂമിയിലേക്ക് വന്നപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, പിതാവേ നിവർത്തിയുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യം കർത്തൃപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ പിതാവിനോട് പറയണം, പിതാവേ നിവർത്തിയുണ്ടെങ്കിൽ, എന്തെങ്കിലും വല്ല ചാൻസ് ഉണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കളയണം എന്ന് പറയുന്ന, അപ്പോൾ പിതാവേ നിവർത്തിയുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന തന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അല്ലെങ്കിൽ പിതാവാം ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള തന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് പോയ ആ പുത്രനെ ഒരിക്കലും പിതാവിന് തള്ളിക്കളയാനൊക്കില്ല. പക്ഷേ നാം ശ്രദ്ധിക്കണം, പിതാവ് തന്റെ പുത്രന്റെ അല്ലെങ്കിൽ തൃത്വത്തിൽ രണ്ടാമനായ ദൈവമായ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ അത് സ്വീകരിച്ചില്ല, അതിന് മറുപടി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോൾ പിന്നെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചോദിക്കുന്നതെല്ലാം മറുപടി കിട്ടും എന്ന് നമ്മൾ മനുഷ്യരായ നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറയുന്ന വൃദ്ധ ദമ്പതികളുടെ വീട്ടിൽ മക്കളില്ല അല്ലെങ്കിൽ ശൂന്യാവസ്ഥ തളം കെട്ടിക്കിടക്കുന്നു എന്ന് നാം ഇവിടെ അറിയണം. ഇനിയും ലൂക്കോസ്
സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാം. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് മറുത്തു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗം നിൽക്കുന്നതായിട്ട് അവന് പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന പേരിടണം. നമ്മളിവിടെ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഊറിന്റെ ക്രമപ്രകാരം അദ്ദേഹത്തിന് പുരോഹിതനായി ശുശ്രൂഷ ചെയ്ത് വരുന്ന ആ കാലയളവിൽ അദ്ദേഹത്തിന് ധൂപപീഠത്തിന്റെ അരിക്കൽ ചെന്ന് അദ്ദേഹത്തിന് ധൂപം കാട്ടുവാനുള്ള അതിലുള്ള മറുകുകൾ. പഴയത്തിന്റെ ആലയം ശ്രദ്ധിക്കണം. അവരുടെ ആലയം എന്ന് ആക്ച്വൽ പറയുന്നത് വിശുദ്ധ മന്ദിരം എന്ന് പറയുന്ന ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതിന്റെ ഭാഗം എന്ന് പറഞ്ഞ വിശുദ്ധ മന്ദിരമാണ്. അതിന്റെ അപ്പുറത്ത് ഏറ്റവും അകത്തുള്ളതാണ് അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ കയറുവാൻ അനുവാദമുണ്ട്. എന്നാൽ വിശുദ്ധ സ്ഥലത്ത് അവിടെ പുരോഹിതന്മാർക്ക് കയറാം. എന്നാൽ അതിന്റെ വെളിയിലുള്ള കോർട്ടിയാട് എന്ന് പറഞ്ഞ് തുറന്നു കിടക്കുന്ന ആ സ്ഥലമാണ് പ്രാകാരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർക്കണം, ഇങ്ങനെ ജനങ്ങൾക്ക് പ്രാകാരം വരെയും പുരോഹിതന്മാർക്ക് വിശുദ്ധ മന്ദിരം വരെയും മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലം വരെ കയറുവാനുള്ള പ്രത്യേകമായ നിയമന സംവിധാനങ്ങൾ പഴയകാലത്ത് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിലെ കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ അവിടെ കയറി ചെല്ലുമ്പോൾ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് കയറി ചെല്ലുകയല്ല, ഒറ്റയ്ക്കാണ് കയറി ചെല്ലുന്നത്. വിശുദ്ധ മന്ദിരത്തിൽ ആദ്യം ചെല്ലുമ്പോൾ കാണുന്നത് തണ്ടുവിളക്ക് അല്ലെങ്കിൽ അവിടെ നിലവിളക്കാണ്. അതിനുശേഷമുള്ളതാണ് ധൂപപീഠം എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തിരിക്കുന്നതാണ് കാഴ്ചയപ്പത്തിന്റെ മേശ. അപ്പോൾ ഇങ്ങനെ ക്രമീകരണമുള്ള ആ ഒരു മുറിക്കകത്തേക്ക് ധൂപം കാട്ടുവാനായിട്ട് കയറി ചൊല്ലുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, പഴയ നിയമത്തിൽ ധൂപപീഠമെന്നും ധൂപം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ധൂപ കുച്ചി എന്നൊക്കെ പറയുന്നത് ശരിയായിട്ട് പ്രാർത്ഥനയെ ധൂപിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിധാനമാണ്. അങ്ങനെയുള്ള എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം ധൂപം കാട്ടുവാനും വേണ്ടി ധൂപപീഠത്തിന്റെ അരികിലേക്ക് കയറിപ്പോകുന്ന അവസരത്തിൽ ജനങ്ങൾ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പുരോഹിതൻ എന്തിനാണ് ഈ ധൂപവർഗവും ഇട്ട് ഈ ധൂപക്കുറ്റിയും എടുത്ത് ആ പ്രാർത്ഥന അവിടെ കയറി ചെന്നത്? തന്റെ മുൻപിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ താൻ കയറി വരുന്നതിന് മുൻപ് വെളിയിൽ നിൽക്കുന്ന ആ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങളുടെ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാനുള്ള നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥനയോടെയാണ് അദ്ദേഹം കയറി ചെല്ലുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ധൂപപീഠവും അതുപോലെ ധൂപക്കുറ്റിയും എന്നൊക്കെ പറഞ്ഞ പഴയ നിയമത്തിൽ പ്രാർത്ഥനയെ കാണിക്കുന്ന. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ധൂപക്കുറ്റി എടുത്ത് വീശണമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ ധൂപക്കുറ്റി വീശുന്തോറും അത് വായു സമ്പർക്കത്തിൽ ബന്ധപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും അതിൽ നിന്ന് പുക വെളിയിലേക്ക് വരും, സുഗന്ധം വെളിയിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന മരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇതാ ഡോർമന്റായി പോകുന്ന, ഉറങ്ങിപ്പോകുന്ന, സുഷുപ്താപ്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒന്നല്ല പ്രാർത്ഥന. വിശുദ്ധന്റെ പ്രാർത്ഥന അത് ലൈവാണ്, അത് ചലിക്കുന്ന പ്രാർത്ഥനയാണ്. വിശുദ്ധൻ ഒരുപക്ഷെ അക്ഷരീയമായിട്ട് ഉറങ്ങിയാലും അദ്ദേഹം യാത്ര ചെയ്താൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും താൻ ദൈവസന്നിധിയിൽ കഴിച്ച ആ പ്രാർത്ഥന ഇപ്പോഴും ശക്തമായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നെക്കാട്ട് ദൈവം കൂടി ഞാൻ പറയാം, എന്റെ പ്രാർത്ഥന ദൈവം കണ്ടില്ലേ, എന്റെ പ്രാർത്ഥന ശൂന്യമായി പോയോ എന്നൊക്കെ പലരും പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിനോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ശൂന്യമായി പോയിട്ടില്ല. അതിന് മറുപടി പറയുവാൻ കൃത്യമായ സമയത്ത് ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ചെയ്തിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ മറുപടി തരണമെന്നില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചിലപ്പോൾ മറുപടി തരാതിരിക്കുമ്പോഴും നമ്മൾ കുണ്ഠിതപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ കാര്യം നമ്മെ അറിയുന്ന ദൈവം എന്തൊക്കെയാണ് സംഭവിക്കാൻ തുടങ്ങുക എന്ന് ആരംഭത്തിൽ അവസാനം പറയുന്ന ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് അറിയണം. ഇന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ മനസ്സിൽ അത് സന്തോഷത്തോടെ കൊണ്ടു നടക്കുമ്പോൾ അത് അങ്ങനെ സംഭവിക്കും, അതിങ്ങനെയാവും എന്നൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിൽ മനപ്പായസം കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ തീരുമാനപ്രകാരമോ നമ്മുടെ ഇച്ഛപ്രകാരമോ നമ്മുടെ ഇംഗിത പ്രകാരമോ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. കാര്യം ഞാൻ ദൈവത്തിൻ്റെതാണെങ്കിൽ എന്റെ സകലവും ദൈവത്തിൻ്റെതാണ്. ഞാൻ ദൈവത്തിൻ്റെതാണെങ്കിൽ എന്റെ ഭാവി എന്റെ ദൈവത്തിന്റെ കീഴിലാണ്. അത് നിശ്ചയിക്കുന്നത് ഞാനല്ല, എന്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭാരപ്പെടുമ്പോൾ, ഒരുപക്ഷെ വേദനയുടെ ഘട്ടത്തിൽ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നീ എന്നെ മറന്നു
മനസ്സിലാക്കണം, അത് കുറ്റമായി ദൈവം അംഗീകരിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരായ നമ്മൾ എത്രയോ പ്രാവശ്യം അങ്ങനെ ദൈവത്തോട് വല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ വേദനയുടെ കാഠിന്യ നിമിത്തം നാം പറഞ്ഞു വന്ന ദൈവം അംഗീകരിക്കും. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ നാം പഠിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമോ വേണ്ടായോ എന്ന് നിശ്ചയിക്കുന്നത് നാമല്ല, നമ്മുടെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ തീരുമാനിച്ച പോലെ നമ്മൾ ദൈവത്തോട് പറഞ്ഞു പിടിപ്പിച്ച അതേ രീതിയിൽ ഒരളവിനും വ്യത്യാസം വരാതെ, ഒരു കാര്യത്തിന് വ്യത്യാസം വരാതെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തത് ദൈവം ഇങ്ങോട്ട് പടിഞ്ഞിറക്കി വിടുന്നു എന്ന് പറയുന്ന പരുവത്തിലുള്ള പ്രാർത്ഥനകളല്ല നാം മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആവശ്യം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, അതിൽ തീരുമാനമെടുക്കേണ്ട ദൈവമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, എന്തിനാണ് പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചാൽ മറുപടി ഇതാണ്: എല്ലാവരുടെയും ഉത്തരം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിയായിട്ട് വിശുദ്ധ ബൈബിൾ നമ്മളൊന്ന് പഠിച്ചാൽ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്റെ ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഓർക്കണം, അങ്ങനെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം അറിയും ദൈവത്തോട് ഞാൻ എന്റെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് തരണമോ വേണ്ടായോ, അല്ലെങ്കിൽ അത് എങ്ങനെ തരണം, എപ്പോൾ തരണം, ഏത് രീതിയിലാവണം, അതിന്റെ മറുപടി എന്ന് നിശ്ചയിക്കുന്നത് നമ്മളല്ല, നമ്മുടെ ദൈവമാണെന്ന് അറിയണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ പ്രാർത്ഥനക്കാരായി നിങ്ങൾക്ക് മനസ്സിൽ ഒരു ശാന്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന സെക്കരിയാവ് ദൈവസന്നിധിയിൽ ധൂപപീഠത്തിന്റെ അരിക്കൽ ധൂപം കാട്ടുവാൻ വേണ്ടി അദ്ദേഹത്തിന് ഉള്ള ദൗത്യമനുസരിച്ച് അദ്ദേഹം ചെല്ലുമ്പോൾ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. ദൈവത്തിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഓർക്കണം, ദീർഘവർഷങ്ങളായിട്ട് അദ്ദേഹം ഈ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പൗരോഹിത്യ പ്രവൃത്തി നടത്തുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് ഇന്നുവരെ കാണുവാൻ കഴിയാത്ത ഒരു ദൂത പ്രത്യക്ഷത അദ്ദേഹം മുടക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തോട് പറയാം, ഈ ആധുനിക യുഗത്തിലും ശാസ്ത്രം അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിനക്ക് വേണ്ടി ചില പ്രത്യേക ഘട്ടങ്ങളിൽ ദൂതന്റെ പ്രത്യക്ഷത തരുവാൻ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ദൈവം അതിലൂടെ ചെയ്യുവാൻ തയ്യാറുള്ള ദൈവമാണെന്ന് ഇന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ ഒത്തിരി വർഷമായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയാണ്. പക്ഷെ ഇന്നുവരെ അദ്ദേഹത്തിന് കാണുവാൻ കഴിയാത്ത ഒരു ദൂതന്റെ പ്രത്യക്ഷത അവിടെ സംഭവിക്കുക. നിങ്ങൾ ഓർക്കണം, എന്ത് മനസ്സിൽ പേറിക്കൊണ്ടാണ് ഈ പറയുന്ന പുരോഹിതൻ ദൈവാലയത്തിൽ ഈ ധൂപം കാട്ടുവാൻ ചെന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ദൈവമേ, ഞാൻ ഇത്രയും നാളായിട്ടും ഈ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കൊരു തലമുറയെ ലഭിച്ചില്ല എന്നുള്ള ഭാരം അദ്ദേഹം പേറിക്കൊണ്ടാണ് നടക്കുന്നത്. പുരോഹിത ശുശ്രൂഷയല്ലേ, തനിക്ക് ചെയ്യാതിരിക്കാൻ ഒഴിയില്ല, തന്നെ ഏൽപ്പിച്ച കടമയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ഇനിയും ഇന്ന് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നില്ലെന്ന് പറയുവാൻ വേണ്ടി വിളികേട്ട് ആ ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ദൈവദാസന് കഴിയുകയില്ല. ഇന്നലെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവദാസന്മാര് വിഷമമില്ലാത്തവരല്ല, ബുദ്ധിമുട്ടില്ലാത്തവരല്ല, ഭാരമില്ലാത്തവരല്ല, പക്ഷേ അവരെ ഏൽപ്പിച്ച ദൗത്യം വളരെ വിശ്വസ്തമായി ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം പറയുന്നു. അപ്പോൾ മനസ്സിൽ പല വേദനകൾ തിങ്ങി നിൽക്കുമ്പോഴും അതൊക്കെ മറച്ചു പിടിച്ച് തന്റെ മുൻപിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുവാൻ, അവർക്ക് വേണ്ടി ദൈവത്തിൻസലിൽ മുട്ടുകുത്തി നിലവിളിക്കുവാൻ ഒക്കെ ഒരു ദൈവദാസനും കുടുംബവും തയ്യാറാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന വിശ്വാസികളായ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, വിശ്വസ്തരായി ദൈവം കണ്ടിട്ടുള്ള ദൈവദാസൻ ഇത് ചെയ്യും. പക്ഷേ അവരുടെ മനസ്സിലും ഒത്തിരി ഭാരങ്ങൾ, അവരുടെ കുടുംബത്തെ കുറിച്ചോ തലമുറയെ കുറിച്ചോ ഭാവിയെ കുറിച്ചോ തലമുറയുടെ ആവശ്യങ്ങളെ കുറിച്ചോ ഒക്കെ ഒത്തിരി ഭാരങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ശുശ്രൂഷകളിൽ കാണിക്കാനൊക്കെയില്ല. അതൊക്കെ മറച്ചു പിടിച്ച് മനസ്സിൽ ഒതുക്കി ആരും അറിയാത്ത രീതിയിൽ അവരെ വെച്ചുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഓർക്കണം, എന്നാൽ അവർക്ക് വേണ്ടി മറുപടി അറിയുവാൻ ദൈവം തയ്യാറുള്ള ദൈവമാണ്. അപ്പോൾ ഈ ദൈവദാസൻ എന്തിനാ ചെന്നിരിക്കുന്നറിയാമോ? ഈ സെക്കരിയാവ് താനിങ്ങോട്ട് കയറി വരുമ്പോൾ ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അവരുടെ ഭാരങ്ങൾ, അവരുടെ പ്രാർത്ഥനാ കാര്യങ്ങൾ, അവർക്ക് വേണ്ടിയൊക്കെ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥന കഴിക്കുവാൻ വേണ്ടി, അതാണ് ധൂപം പുറകെ വിട്ട് അദ്ദേഹം ധൂപക്കുറ്റി മടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന ആ അവസരത്തിൽ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഇതുവരെയും അനുഭവിക്കാൻ കഴിയാത്ത ഒരു ദൂത പ്രത്യക്ഷം നടക്കുന്നു. പക്ഷേ അദ്ദേഹം ദൂതനെ കണ്ടപ്പോൾ ഞെട്ടി, അദ്ദേഹം ഭയപരവശനായി. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ ദൂതൻ പറഞ്ഞ കാര്യമാണ്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിങ്ങൾ മനസ്സിലാക്കണേ, ഒരിക്കലും നാം കരുതാത്ത ചില വേളകളിൽ, ഒരിക്കലും നാം തീരുമാനിക്കാത്ത വേളകളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒത്തിരി സന്ദർഭങ്ങൾ എന്റെ കേൾവിക്കാരെ നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ കരുതിക്കൂട്ടിയതാണ്. പക്ഷെ അവിടെ വെച്ചൊന്നും ദൈവം സംസാരിച്ചില്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിരുന്നു ദൈവം പറഞ്ഞില്ല. പക്ഷെ വളരെ വ്യത്യസ്തമായ, ഒരിക്കൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു മേഖലയിൽ വെച്ച് ദൈവം പറയുകയാണ്, ദൂതനെ അയച്ചു പറയുകയാണ്, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി.
നടന്നിട്ടില്ല, ഇനിയും അതുകൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മളൊക്കെ നമ്മുടെ ഫയലടച്ച് ചുവന്ന നാട വെച്ച് കെട്ടിക്കഴിയുമ്പോൾ എന്ന് പറഞ്ഞ് ഇനിയും ഒരിക്കലും തുറക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല, തുറക്കില്ല എന്ന് പറഞ്ഞ് നാം തള്ളിക്കളയുന്ന ആവശ്യത്തിലായിരിക്കാം ദൈവത്തിന്റെ പ്രവർത്തിയുടെ കാര്യം അവിടെ വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിശ്വസിക്കരുത്. ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവം തന്നെ ഇപ്പിതം പോലെ തന്റെ സമയത്ത്, കൃത്യ സമയത്ത് നമ്മുടെ യേശു എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ഭാരത്തോടെ, പ്രയാസത്തോടെ, പിന്നലോടെ, വേദനയോടെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായ ദൈവമാണ്. എന്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, പ്രവൃത്തിയിൽ വലിയവനാണ്. ശൂന്യതയിൽ ഇറങ്ങി വന്ന് അവന്റെ കരം ചലിപ്പിച്ച് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ കർത്താവ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്നും തയ്യാറുള്ള ദൈവമാണ്. പക്ഷേ നമ്മുടെ യേശുവിനെ ദൈവമക്കൾ, എന്റെ കേൾവിക്കാരെ, നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. ഈ മതത്തിന്റെ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോട് നിറയും. ഇവിടെ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ഒരു കുട്ടി, നമ്മൾ പിന്നീട് അദ്ദേഹത്തെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ മഹാദൗത്യം എന്ന് പറയുന്നത് യേശുവിനെ എഴുന്നേൽക്കുവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ജോലിയായിട്ട് അദ്ദേഹം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു മാനസാന്തര സ്നാനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ നമ്മൾ വിളിക്കുന്നത്. ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, യോഹന്നാൻ സ്നാപകന്റെ ജീവിത ക്രമങ്ങളാണ്. അപ്പോൾ നിന്റെ ഭാര്യ ഗർഭവതിയായി ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയും അവനെ വളർത്തിക്കോ എന്നല്ല പറഞ്ഞത്, അവനെ ജീവിക്കോ ഒരു ക്രമം ഇവിടെ ദൂതൻ പറയുകയാണ്. അല്ലെങ്കിൽ അവൻ എന്താകും, ഏത് രീതിയിൽ അവൻ ജീവിക്കും എന്ന് പറയുകയാണ്. ഇവിടെ പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ വീഞ്ഞും മദ്യവും തൊടില്ല. യഹൂദന്മാർക്ക് വീഞ്ഞൊക്കെ ഉപയോഗിക്കാനുള്ള അനുവാദങ്ങളുണ്ട്. അപ്പോൾ അവൻ വീഞ്ഞും മദ്യവും തൊടില്ല. മാത്രമല്ല അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവെന്ന് പറയും. അപ്പോൾ ഓർക്കണം, തന്റെ ഭാര്യ മച്ചിയാണ് എന്ന മനസ്സിൽ കരുതിക്കൊണ്ട് വന്ന അദ്ദേഹത്തോട് 13-ാമത്തെ വാക്യത്തിൽ ദൂതൻ പറയുന്നു, അവനെ യോഹന്നാൻ എന്ന പേര് വിളിക്കണം. അപ്പോൾ ആ പേര് നിശ്ചയിച്ചത് അവനല്ല. നിങ്ങൾ തുടർന്ന് ഉള്ള ഭാഗം താഴേക്ക് വായിക്കുമ്പോൾ പേരിന്റെ സമയമായപ്പോൾ അപ്പന്റെ വായടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ എലിസബത്തിനോട് ചോദിച്ചു, എന്താണ് അവന് പേരിടേണ്ടത്? മറുപടി യോഹന്നാൻ. അപ്പോൾ അവൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ കേട്ടവരൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പേര് നമ്മുടെ ചാർച്ചയിൽ ആർക്കുമില്ല. എന്നാൽ അപ്പനോട് ചോദിക്കുക, അപ്പന്റെ വായടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാകും. അവനൊരു എഴുത്തുമലക്ക് ചോദിച്ചു, അതിൽ യോഹന്നാൻ എന്ന് എഴുതി. അപ്പോൾ അവന്റെ നാവ് തുറന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ ദൈവമാണ് ഈ കുട്ടിയുടെ പേര് പറഞ്ഞത്. അത് മാറ്റിയിടുവാൻ വേണ്ടി അവകാശമില്ല. ചാർച്ചയുള്ളവരൊക്കെ പേരിന്റെ സമയത്ത് അവർ വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിന്റെ ചാർച്ചയിലുള്ള രീതിയിലുള്ള യഹൂദന്മാരുടെ രീതിയിലുള്ള അങ്ങനത്തെ ആ ചാർച്ച വഴിയായി അവരെ പേരിടാൻ വേണ്ടി വന്നപ്പോൾ അമ്മ പറയുകയാണ്, നടക്കില്ല, അവന് യോഹന്നാന്റെ പേരിടണം. മാത്രമല്ല അപ്പൻ അത് എഴുതി കാണിച്ചു. അപ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ അവിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന തിക്തതയും ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം വിശ്വസിച്ച് അത് ഏറ്റുപറയുന്ന അവസരത്തിൽ നിശ്ചയമായിട്ടും കെട്ടുകൾ പൊട്ടുകയും ചെയ്യും. അതുകൊണ്ട് പലരുടെയും ജീവിതത്തിൽ എന്തുകൊണ്ട് കെട്ടുകൾ നിൽക്കുന്നു അല്ലെങ്കിൽ ബന്ധനങ്ങൾ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുകയാണ്. ദൈവശബ്ദത്തെയും ദൈവം പറഞ്ഞ ആലോചനകളെയും കാറ്റിൽ പറത്തി അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ വിശ്വസനീയമായ കാര്യമാണ്, അതിന്റെ സമയങ്ങൾ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞറിയാമല്ലോ, ഞാനെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? എന്റെ ഭാര്യ മച്ചിയാണ്, ഞങ്ങൾ ഇതുവരെ വൃദ്ധരാണ്, പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടിനെതിരെ നമ്മൾ ചാട്ടുപിടികൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ചില കെട്ടുകൾ ഉണ്ടാക്കുകയാണ്. ആ കെട്ടഴിയുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞ് സംസാരിച്ചത് ദൈവത്തിന്റെ അരുളപ്പാട് അത് സത്യമാണെന്ന് പറഞ്ഞ് തെളിഞ്ഞു വന്ന് ആ കുഞ്ഞിന്റെ പേര് എന്താണ് ഇടുവാൻ വേണ്ടി കൊടുത്തത് അത് അങ്ങനെ തന്നെ ഇടുന്ന അവസരത്തിലാണ് അവന്റെ നാവിന്റെ കെട്ടുകൾ കഴിയുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ യോഹന്നാൻ നിറയും എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ ഇസ്രായേൽ മക്കൾ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപ് ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി നടക്കും. അപ്പോൾ ഓർക്കണേ, ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ
ശുശ്രൂഷയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? വളരെ വ്യത്യസ്തമായ ഒരു ദൗത്യമാണ് ദൈവം യോഹന്നാൻ സ്നാപകനെ ഏൽപ്പിച്ചത്. മലാക്കിയുടെ പ്രവചനത്തിൽ 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. അപ്പോൾ ഓർക്കണം, മലാഖി എന്ന് പറയുന്ന പ്രവാചകൻ പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. അപ്പോൾ ഓർക്കണം, ഇങ്ങനത്തെ ഒരു അരുളപ്പാട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവചന ദൂത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണെന്ന് തെളിയിക്കുവാൻ ഒത്തിരി കാലങ്ങളായിട്ട് ഒത്തിരി പേർ ശ്രമിക്കുന്നുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആദ്യ ഭാഗത്ത് വായിക്കുന്ന 2 സാക്ഷികൾ, അല്ലെങ്കിൽ അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും എന്ന് പറഞ്ഞ് അവർ 1260 ദിവസം അവരെ പ്രവചിക്കും, അല്ലെങ്കിൽ 3.5 വർഷക്കാലം അവരെ പ്രവചിക്കും എന്ന് പറഞ്ഞ് അവർ പ്രവചന ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ കാണുന്ന അവസരത്തിൽ ഒരു കാര്യം എന്റെ ശബ്ദം കേൾക്കുന്നവർ മനസ്സിലാക്കണം. അവർ ഏലിയാവും മോശയുമാണെന്നും അതുപോലെ ഹാനോക്കും ഏലിയാവുമാണെന്നും പറഞ്ഞുകൊണ്ട് ചില വാദഗതികളുണ്ട്. ഞാൻ എന്റെ പ്രസംഗ വിഷയത്തിൽ അത് ആണെന്നോ അല്ലെന്നോ തെളിയിക്കാൻ തുടങ്ങിയല്ല. പക്ഷേ എന്താണ് യേശു ഈ പറഞ്ഞ, അല്ലെങ്കിൽ മലാഖിയിൽ കൂടി പറഞ്ഞ ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരം എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം: നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു അധ്യായത്തിൽ പറയുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാറ്റുള്ള ഓടയെ അല്ല, നിങ്ങൾ പ്രവാചകനെ കാണാൻ അല്ല, പ്രവാചകനും ശ്രേഷ്ഠനായവനെ കാണാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞ് യോഹന്നാന്റെ ഗുണഗണങ്ങളും അവന്റെ ശുശ്രൂഷയുടെ സംവിധാനങ്ങളും യേശു പറഞ്ഞു വന്നിട്ട് യേശു യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ, അല്ലെങ്കിൽ പഴയ മലയാളമാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. ഇത് പറഞ്ഞത് ഇവിടുത്തെ ആരുമല്ല. യോഹന്നാൻ സ്നാപകന് ഈ ഭൂമിയിലേക്ക് എന്തിനാണ് വന്നത്? ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച് ദൈവത്തിന്റെ നിയോഗത്തിൽ വന്ന യോഹന്നാനെ കുറിച്ച് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവനാണ് എന്ന് പറഞ്ഞ മലാഖി പ്രവചനത്തിൽ പറഞ്ഞ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്ന മുമ്പ് ഞാൻ ഏലിയാ പ്രവാചകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് പറഞ്ഞ ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരം സംഭവിക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ലൂക്കോസിൽ വായിച്ച ഭാഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അവിടെ യോഹന്നാൻ സ്നാപകൻ വസ്ത്രം ധരിച്ച രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതന്റെ മകനാണ്. സെഖരിയ പുരോഹിതൻ, അബിയാക്കൂറിലുണ്ടായിരുന്ന സെഖരിയ പുരോഹിതന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രദാനം അതല്ല ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പുരോഹിതന്മാർ വസ്ത്രദാനമല്ല. അവൻ ചെയ്തത് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും അവനുണ്ടായിരുന്നു. ഞാൻ ഏലിയാവ് എന്ന് പറഞ്ഞ് ആ പ്രവചനത്തിന് സാക്ഷാത്കാരം സംഭവിച്ചത് അതുപോലെ സുവിശേഷത്തിൽ ഇപ്പോൾ വായിച്ചത് അവൻ ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോടും നടക്കുമെന്ന് പറയുന്ന ആ കാര്യം തെളിയിക്കാൻ പറയുകയാണ്. ഇനി രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം: അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കിട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിസ്ബിനായ ഏലിയാവ് തന്നെ എന്നവൻ പറഞ്ഞു. നിങ്ങൾക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ആ ഭാഗം അറിയാമായിരിക്കാം. അഹസ്യാവ് എന്ന് പറയുന്ന ഇസ്രായേൽ രാജാവ്, അദ്ദേഹം മാളിയ വാതിൽ കൂടി താഴെ വീണ് അദ്ദേഹം രോഗശൈലിയിലായി കിടപ്പിലായി. അദ്ദേഹം കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുമോ ഇല്ലയോ എന്ന് അറിയുവാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പരിപാടി മറ്റൊരെണ്ണമാണ്. അദ്ദേഹം ജാതികളുടെ അടുക്കലുള്ള അവരുടെ ദേവനോട് ചോദിക്കുവാൻ വേണ്ടി തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞു വിട്ടത് ബെൽസബൂൽ എന്ന് പറയുന്ന ആ ദേവന്റെ അടുക്കൽ ചെന്ന് ചോദിക്കണം, ഈ രോഗം മാറുമോ, കടലിൽ നിറങ്ങുമോ എന്നാണ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. പക്ഷേ അവർ ഈ പറയുന്ന എക്രോനിലെ ദേവന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ അവിടുത്തെ പൂജാഗിരികളിലേക്ക്, അവിടുത്തെ ജാതീയ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ആലോചന ചോദിക്കാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ഒരു മനുഷ്യൻ അവരെ എതിരേറ്റ് വന്നു. അത് ഏലിയാവാണ്. ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു ചെന്ന നിങ്ങളുടെ യജമാനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ എക്രോനിലെ ബെൽസബൂൽ എന്ന് പറയുന്ന ആ ജാതീയ ദൈവത്തോട് ആലോചന വയ്ക്കാൻ പറഞ്ഞു നിങ്ങളെ വിട്ടത്? അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞു വെക്കോട് ഞാൻ പറയുക, അവൻ ഒരിക്കലും കട്ടിൽ ഇറങ്ങി വരില്ല, അവൻ മരിച്ചു പോകുമെന്ന്. അപ്പോൾ ഈ ആലോചന കേട്ടിട്ട് അവർ തിരിച്ചു വന്ന് രാജാവിനോട് പറയുകയാണ്, രാജാവേ, ഞങ്ങളിങ്ങനെ എക്രോനിലെ ദേവന്റെ അടുക്കിലേക്ക് നീ ഞങ്ങളെ പറഞ്ഞു വിട്ടല്ലോ, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എത്തുന്നതിന് മുൻപ് ഒരു മനുഷ്യൻ വന്ന് ഞങ്ങളോട് പറഞ്ഞ ഒരു ആലോചനയുണ്ട്. ഈ ആലോചന അപ്പോൾ ഈ അഹസ്യാവ് ചോദ്യമുണ്ട്. അവൻ
അടുക്കാത്ത രീതിയിൽ, ആരോടും ബന്ധപ്പെടാത്ത രീതിയിൽ, അവർക്ക് മനസ്സിന് ആകപ്പാടെ ഒരു വല്ലാഴിക തോന്നുന്നതിനുള്ള കഠിനമായ കഠോരമായ വാക്കുകൾ പറയുന്ന രീതിയായി ഏലിയാവിന് അതേ കോലത്തിൽ തന്നെയുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ യോഹന്നാൻ സ്നാപകൻ ചെയ്തത്. നിങ്ങൾ ഈ ഭാഗങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി കഴിയും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട് അവനുണ്ടായി. അവൻ യോർദാനക്കരെയുള്ള നാട്ടിൽ ഒക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്: കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഓർക്കണം, വെറുതെ അങ്ങ് യോഹന്നാൻ വന്ന് പ്രസംഗിക്കുകയായിരുന്നില്ല. അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു മഹാദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണ്? ചിലരുടെ അല്ലെങ്കിൽ മലയായിട്ടിരിക്കുന്നതിന് ഇടിച്ചു താക്കണം. അക്ഷരീക ഭാഷയിലല്ല ഈ പറയുന്നത്. അത് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ഈ പറയുന്ന യോഹന്നാൻ സ്നാപകൻ ചുമ്മാ ചാടിപ്പുറപ്പെട്ട് ഏതായാലും അത് പൊക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതല്ല. തനിക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അങ്ങനെ അരുളപ്പാടുണ്ടായിട്ട് അവന്റെ ദൗത്യം എന്താണെന്നറിയാമോ? ഇതാ ദൈവത്തിന്റെ വചനത്തിൽ യെശയ്യാവ് പ്രവചിക്കുന്ന രീതിയിൽ എല്ലാ താഴ്വരയും നികന്നു, അതുപോലെ എല്ലാ കുന്നും ഒക്കെ താണു വരുന്നൊരു അവസരമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന മലകൾ, അതുപോലെ ദൈവത്തിന്റെ കൃപകളെയും ദൈവത്തിന്റെ വചസ്സുകളെയും സ്വീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള രീതിയിൽ ഇതാ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ മനസ്സിനെ വ്യത്യാസപ്പെടുത്തുവാൻ വേണ്ടി ഉള്ള രീതിയിലുള്ള ഒരു വെളിപ്പാടുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു അരുളപ്പാട് പ്രാപിച്ചിട്ടാണ് ഈ പറഞ്ഞ യോഹന്നാൻ വന്നത്. അപ്പോൾ ഏലിയാവിനെയും നിങ്ങൾ ശ്രദ്ധിക്കണം. ആർക്കും മയങ്ങാത്ത രീതിയിൽ, ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ചവർപ്പ് രീതിയിലുള്ള സംഭാഷണ രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭയന്ന രീതിയിൽ ഉള്ള, അവർക്ക് ഉൾക്കൊണ്ട് നിൽക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ ശക്തമായി ബോംബെറിയുന്ന പരുവത്തിലുള്ള ഒരു പ്രവചന ശുശ്രൂഷയായിരുന്നു ഏലിയാവ് നടത്തിയിരുന്നത്. ഇനി ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അവനാ ജ്ഞാനമേൽക്കുവാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാം ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് ഓടാരി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. അപ്പോൾ ഓർക്കണം, ഇങ്ങനെ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു മയോമില്ലെന്ന് ഓർക്കണം. അദ്ദേഹം പറഞ്ഞ ഭാഗമാണ് തന്റെ അടുക്കൽ മാനസാന്തര സ്നാനമാണ്. ക്രൈസ്തവ സ്നാനമല്ല, മാനസാന്തര സ്നാനമാണ് എന്ന് പറഞ്ഞാൽ അത് മാനസാന്തരത്തിന് തുല്യമായിട്ടുള്ള സ്നാനം. അപ്പോൾ തന്റെ അടുക്കൽ വന്നവരോട് അദ്ദേഹം പറഞ്ഞത്: സർപ്പസന്തതികളെ, മര്യാദക്കുള്ളൊരു വിളിയല്ല. ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ മക്കളെ, അല്ലെങ്കിൽ ദൈവജനമെന്നൊക്കെ വിളിക്കേണ്ട ആ പരുവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് യോഹന്നാൻ വിളിക്കുകയാണ് സർപ്പസന്തതികളെ. നിങ്ങളെ ശ്രദ്ധിക്കണം, ഇങ്ങനെ വിളിക്കുവാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മാനസിക അസ്വസ്ഥതയൊന്നുമില്ല. പിന്നെ വിളിക്കുവാൻ കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് ദൈവം ദൗത്യം എന്താണ്? തന്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്. ആ പിന്നാലെ വരുന്ന മിശിഹയ്ക്ക് വേണ്ടി ജനങ്ങളുടെ മനസ്സിനെ റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ പാറ പോലെ ദൈവവചനം കേട്ടാലും, ദൈവിക അരുളപ്പാട് കേട്ടാലും, പ്രവചനങ്ങൾ കേട്ടാലും ഒന്നും മാനസാന്തരമില്ലാതിരിക്കുന്ന ആ ഇസ്രായേൽ ജനത്തെ അവരുടെ പാറ പോലുള്ള മനസ്സിനെ അടിച്ചു പൊട്ടിച്ച് തന്റെ പിന്നാലെ വരുന്ന ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ വചസ്സുകൾ അവന്റെ മനസ്സിൽ നിറയ്ക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഇങ്ങനെ താൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തന്റെ മേൽ പകർന്ന ആത്മാവിന് ശക്തിയാണ്. തന്റെ പകർന്ന ആത്മാവിന്റെ ആ ദിവ്യമായ നടത്തിപ്പോണ്ട് അദ്ദേഹം പറഞ്ഞ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം, മറ്റൊരാളായിട്ട് ദൈവദാസനെ അഭിനയിക്കരുത്. നിങ്ങളെ എന്ത് വേലയ്ക്ക് വേണ്ടി വിളിച്ചോ, ഏത് ദൗത്യമാണോ ദൈവം നിങ്ങൾക്ക് തന്നത്, അത് തിരിച്ചറിയാൻ കഴിയണം. മാത്രമല്ല, ദൈവജനങ്ങളായ നമ്മുടെ ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാർ, വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കണം, ഒരു പാസ്റ്ററിന്റെ ഡിക്റ്റോയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ അടുത്ത പാസ്റ്റർ അഭിനയിക്കണം എന്നുള്ള രീതിയിലാണ് പലരും മുൻപോട്ട് നീങ്ങുന്നത്. പക്ഷെ അങ്ങനല്ല. ആ ദൈവദാസ ദൈവം നൽകിയിരുന്ന വിളി എന്താണ്? അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുണ്ടാണ്. എന്ത് ദൗത്യത്തിന് വേണ്ടിയാണ്, ഏത് രീതിയിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം അദ്ദേഹത്തെ വിളിച്ചത്, അഭിഷേകം ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിന് വിധേയപ്പെട്ടു പോകുമ്പോഴാണ് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ നടക്കുന്ന ആ ഒരു സന്ദർഭം നിങ്ങൾ അതിന്റെ താഴോട്ട് വായിച്ചാലും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ വലിയ ഭാഗങ്ങൾ കാണാം. ഞാൻ ആ ഭാഗങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജനങ്ങൾക്ക് മനഃശാന്തരം ഉണ്ടായി. പലരും വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ
അധ്യായത്തിന്റെ 15 മുതലുള്ള വായ്പകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മിശിഹായെ കാത്തിരുന്ന് അവർ ചോദിച്ചു, ഞങ്ങൾ കാത്തിരുന്ന മിശിഹായാണോ നീ? അല്ല. നിങ്ങൾ സുവിശേഷങ്ങൾ പരന്നു നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾ പല രീതികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നീയാണോ ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മോശ വഴി ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്ന ആ പ്രവാചകൻ നീയാണോ? നീ ക്രിസ്തുവാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വലിയ പുള്ളിയാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ക്രിസ്തുവല്ല, ഞാൻ അവനെ വഴിനിർത്താൻ വന്നവനാണ്. എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ കുലഞ്ഞ് അടിപ്പാൻ ഞാൻ യോഗ്യനല്ല, വീശുമുളം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ കുറിച്ച് വെളിപ്പാക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ദൗത്യം ചെയ്തു, എന്നെ ഏൽപ്പിച്ച കാര്യമാണ് ഞാൻ ചെയ്തത്. എന്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങളെ ഏൽപ്പിക്കാത്ത കാര്യം നിങ്ങൾ ചെയ്യരുത്. നിങ്ങളെ ഏൽപ്പിച്ച കാര്യം ചെയ്യുകയും വേണം. അത് മറ്റൊരുത്തൻ കൈവശമാക്കുവാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ എന്താണോ, ശുശ്രൂഷ എന്താണോ, അതനുസരിച്ച് മുൻപോട്ട് നീങ്ങുക. മാത്രമല്ല, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, നമ്മളല്ല ഒന്നാമത് നിൽക്കേണ്ടത്, നമ്മുടെ യേശുവാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു തമ്പുരാൻ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത് മത്തായി 11-ാം അധ്യായത്തിൽ. പക്ഷേ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ സ്ത്രീകൾ ധരിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോകരക്ഷിതാവായ യേശുവിന് വഴിനിരത്തുവാനുള്ള ഒരു അനുവാദം കിട്ടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ യോഹന്നാൻ ഇതൊക്കെ ചെയ്തിട്ടും പറഞ്ഞു, ഞാൻ അല്ല വലിയവൻ, ഞാനോ കുറയണം അവനോ വളരണം എന്ന് പറഞ്ഞ് യേശുവിനെ ഒന്നുകൂടെ ഉയർത്തി പറഞ്ഞ യോഹന്നാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശുശ്രൂഷയിൽ ദൈവം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുമോ, നമ്മൾ കൈവെക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടുകയോ, നമ്മുടെ ഭാഷണത്തിൽ വലിയ വിടുതലുകൾ നടക്കുകയോ, ശുശ്രൂഷകൾ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയോ ചെയ്യുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളല്ല വലിയത്, നമ്മുടെ ശുശ്രൂഷ ഏൽപ്പിച്ച യേശുവാണ് വലുത്. അതുകൊണ്ട് ആ യേശുവിന് മുമ്പിൽ നമ്മളെ എന്താണോ കർത്താവ് ഏൽപ്പിച്ചത് ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ കർത്താവ് ഇവരെ സഹായിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. സർവശക്തനായ